ഗൈസ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നല്ല മഴ ഉണ്ടായിനി, എന്നും നല്ല മഴ തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഈ ഭാഗമൊക്കെ ഇന്നലെ കീറി പൊറിച്ചിട്ടിരിക്കണം കേട്ടോ, ഇവിടെ ഈ ഭാഗം. അത് ഇന്നലെ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പിയൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കണേ. പക്ഷേങ്കിൽ നമ്മൾ അളിയാക്കാർക്ക് ഇതാണ് പരിപാടി, അത് ബെൽഡിങ്ങിന്റെ പരിപാടിയാണ്. അപ്പൊ അളിയാക്കാനോട് പറഞ്ഞിട്ട് നമ്മള് കറക്റ്റ് അളവും കാര്യങ്ങളും എടുത്ത് അളിയാക്ക് പെട്ടെന്ന് ചെയ്ത് തരും അല്ലേ? നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? നമുക്ക് എന്താ അറിയാ, അവനതിന്റെ പണി അറിയാം. ബാക്കിൽ പോയി ഓനതിന്റെ പണി അറിയാം, ഓനതിന്റെ ആളാണ്. ഇരുമ്പും കമ്പിയൊക്കെ മുറിച്ച് പണിയെടുക്കണം. അളിയാക്കൊന്ന് ഫ്രീ ആവുമ്പോ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കാണ്. ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ പറയുക? ഇന്നത്തെ അതാണല്ലോ മെയിൻ അല്ലേ. ഇന്നത്തെ നമ്മള് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം വൈകുന്നേരം ടൈമായി. പിന്നെ ഈ മയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമുക്ക് പഴംപൊരിയും. പിന്നെ വേറെ എന്തുണ്ടാക്കുക പറയും, എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? പഴംപൊരി ഉണ്ടാക്കുക, പിന്നെ എന്തേലും കൊക്കാവടെ എന്തേലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് നമ്മള്. എന്നാ പോയി കൊണ്ട് നമുക്ക് പോയിട്ട് കൊണ്ടുവരാം. മഴ ഒരു ചെറിയൊരു ചോർച്ച തന്നിക്കണേ നമുക്ക്. അപ്പൊ ഈ ഗ്യാപ്പിൽ നമുക്ക് സാധനം പോയി വാങ്ങിക്കൊണ്ടിരാം. സാധനം വാങ്ങാനില്ല വേണമെങ്കിൽ SR വേണമെങ്കിൽ വാങ്ങാം, പിന്നെ ഇല്ലാന്ന് പറയരുത്. ഉണ്ടോ? ഉറപ്പല്ലേ? നമുക്ക് ഇനി ഇവിടുന്ന് നിങ്ങളെ ടൈം കളയണ്ട. അപ്പൊ SR നമുക്ക് പായം കൂടി കൊണ്ടുവരണം. അപ്പൊ ഞങ്ങള് പോയിട്ട് വേഗം SR പായം കൂടി വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിന് അടുപ്പ് കത്തിച്ചാണ്. കത്തിച്ചക്കാനൊന്നുമില്ല, വറകൊക്കെ തന്നെയാണ്. കറണ്ട് ഇല്ല, നമുക്ക് എന്തായാലും നേരം പോയി തരാം. നമ്മള് നേന്ത്രപ്പഴം വാങ്ങാൻ വന്നിക്കാണ്. ആണോ? ഇത് എത്ര വണ്ടി എത്ര ഉണ്ടാവും? പഴംപൊരി ഉണ്ടാക്കാനാണ്. ഉമ്മാനോട് ചോദിച്ചു എത്ര ഉണ്ടാക്കി വെച്ചു, എത്ര വാങ്ങേണ്ടി ചോദിച്ചു പോയോ? സാധാരണ ഒന്നും എത്ര ഉണ്ടാക്കല്? ഓട്ടോ എന്തായാലും ഫുൾ എടുക്കല്ലേ? ഇതിന് ആവശ്യമുണ്ടോ? ഒരു ദിനം മതിയാവും. മതിയാവടാ കൊണ്ട് ആർക്ക് പഴംപൊരി ഉണ്ടാക്കാനാ? നമുക്ക് തിന്നണ്ടേ? ആർക്കൊക്കെയാണ് നാട്ടുകാർക്ക് മൊത്തം പഴംപൊരി ഉണ്ടാക്കാൻ പോവാ? നിനക്കൊരു സാധനം അറിയില്ല കേട്ടോ. നമ്മളെ തത്തക്കുട്ടിക്ക് നമ്മൾ തീറ്റ വാങ്ങിക്കണ്. തീറ്റ ഇടാൻ നമുക്കൊരു ചെറിയ ബോട്ടിൽ അതാണ് അത്. യെസ്, ഓക്കെ. 2 കുപ്പി വാങ്ങിക്കട്ടെ നമ്മളെ തത്തന്റെ തീറ്റ ഇടാൻ വേണ്ടിട്ട്, തത്തക്കുട്ടീന്റെ. അതെ ഗൈസ്, ലിമുവിന്റെ. നമുക്ക് ഇങ്ങോട്ട് നേരെ പെരേക്ക് പോവാം. അങ്ങനെ സാധനങ്ങൾ വാങ്ങി നമ്മൾ വന്നു. ഇത് കാലിക്കുപ്പി, അതായത് തത്തക്ക് തീറ്റ ഇടാനും. പിന്നെ SR സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് വന്നിക്കണ്. ഇപ്പൊ അത് തട്ടിട്ടു നടക്ക്. നമ്മളെത്താൻ നിൽക്കാനുണ്ടോ മഴ ചെയ്യാൻ വേണ്ടിട്ട്? കറക്റ്റ് ടൈമാ. അതൊക്കെ വെയിറ്റ് ഉണ്ട്. ഞാൻ പിടിച്ചോണ്ട് ഉള്ളിൽ കടന്നോളി, നടന്നോളി. പെട്ടെന്ന് എവിടെ അടുപ്പ് കത്തിച്ചാൽ നമ്മുടെ അടുപ്പ് കത്തിച്ചില്ല നിങ്ങള്? അതാ ഗൈസ്, ഇമ്മ അങ്ങനെ ഇതെന്തൊക്കെയാ അമ്മ? ഉള്ളിയും ഇതെന്താണ്? ഉപ്പ് ഉള്ളി വട ഉണ്ടാക്കണില്ല പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഉള്ളിയൊക്കെ? കൊക്കവടക്കുള്ള സാധനമാണ്. കൊക്കവട ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അതേപോലെ തന്നെ ഇതാണ് നമ്മളെ അടുക്കള. ഇതിനെന്തോ പറയില്ല, ചിമ്മിണിയോ അങ്ങനെ എന്തോ പറയല്ലോ. ചിമ്മിണിന്റെ കോലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടകള് നനഞ്ഞിക്കണോ? ഇതൊക്കെ അവിടെ ചോടച്ചത് കാണുന്നുണ്ടെങ്കിൽ ആ മേപ്പോട്ട് നോക്കിതാ അതിമോട് കണ്ടോ ഇങ്ങനെ ഈർപ്പം. പിന്നെ അതേപോലെ തന്നെ നിൽക്കണേ ഇവിടെ പൊട്ടിയിരിക്കണ. ഇതാണ് ഞങ്ങളെ ചിമ്മിനിന്റെ മോൾ ഭാഗത്തെ അവസ്ഥ അറിയുന്നത്. ഈ കാണുന്ന നമ്മള് വറക് ഉണക്കാട്ടിക്കാൻ കേട്ടോ ഗൈസ്. അതെ. പിന്നെ ഇവിടെ നമ്മള് ഡ്രസ്സുകൾ ഉണക്കാൻ ഇടുന്നേനെ. ഈ കിടക്കിന്റെ ടൈം ആയപ്പോ ടൗസർ ഇതൊക്കെ ഉമ്മ എടുത്ത് വെച്ചിക്കണേ. ഉമ്മ എന്ത് ചെയ്തു? കോടി പിടിച്ചിക്കണേ കേട്ടോ. മഴ തുടങ്ങിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ നിലൊക്കെ ഭയങ്കര നനവ് അല്ലേ? നനവേ അവിടുന്ന് ഈർപ്പൊന്നായിട്ട് കയറിയിട്ട് ഈ സ്റ്റോർ റൂം കണ്ടില്ലേ? ചോരിനില്ല, എന്നാലും എന്ത് വെള്ളം വരിക ഉറവ പോലെ അല്ലേ? പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. കൊല്ലം മഴ നേരത്തെയാണ് കഴിച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലേ? എന്നാ പരിപാടി തുടങ്ങിക്കോളൂ. അങ്ങനെ ഗൈസ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. പഴംപൊരി ഉണ്ടാക്കേണ്ടത് ആർക്കൊക്കെ അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് പഴംപൊരി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോളി. ആദ്യം പോയി നന്നായിട്ട് കേൾക്കണ്ടേ? അത് കേൾക്കണമെന്നുണ്ടോ? എനിക്കറിയില്ല. അല്ല, പഴം കഴുകിയ കുഴപ്പമൊന്നുമില്ല. ഇത് ശർക്കര അതിന്റെ കുഞ്ഞേ. അല്ല, ഇത് എന്തിനാ കേൾക്കണത്? കേക്ക് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പിടിക്കൂലേ? എന്നാ വേണ്ട, എന്നാ വേണ്ട. പിന്നെ എന്തിനാ കേൾക്കാൻ പറഞ്ഞത്? ഉമ്മന്നെ എല്ലാം പറയണേ. അല്ല, ചക്കര അധികം മധുരം വേണ്ടേ? അല്ല, ഏതിനെല്ലാണ് പഴംപൊരി ഉണ്ടാക്കാൻ? മാവേ ഏത് പട്ടിയാണ്? ഇന്നേ വരെ ഒരു പട്ടി ഈ പേരിനുള്ളിൽ കയറിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു പട്ടി എവിടുന്ന് കയറി വരാനാ? നമ്മളെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കേണ്ടത്. കാരണം ഉമ്മമാന്റെ പഴംപൊരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം. ചക്കര ആദ്യം എന്ത് ചെയ്യണം അമ്മ?
ശർക്കര ചീകണം ചീറ്റ് ഇങ്ങനെ പൊടിയാക്കണം. ആ പൊടി പൊടി ആക്കി എടുക്കണം എന്നാണ് ഉമ്മ പറയുന്നത്. എന്നിട്ട് ഇത് ആ കുറുക്കിന് വേണ്ടിയത് അവിടെ പോട്ടെ. എന്ത് സുർക്കേ? ഇതേ ചൂടാക്കിയിട്ടേ ആ ഇത് ഊറ്റിയിട്ട് അതിന്റെ 100 കളയണം. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാത്ത ഇത് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ഓയില് കട്ടയാണ് ഫ്രിഡ്ജിൽ പൊട്ടോളൂ. എന്താ കാട്ടണേ ക്ലീൻ ആക്കിയേ? മുണ്ടാതെ പണിയെടുക്കുക കേട്ടോ. എന്താണോ പ്രശ്നം? ഞാൻ ഉണ്ടാക്കുക ഇത് കുറുക്കട്ടെ. ഇത് കുറുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചണം ശർക്കരയും. അത് ചക്കരെ? ആ എണ്ണ ചൂടായി കൊണ്ടിരിക്കുന്നത് കൊക്കവട. ഉമ്മ പഴംപൊരി അല്ലേ? രണ്ടാളും വേറെ വേറെ സംഭവങ്ങൾ ഉണ്ടാക്കണേ. ഇമ്മ കൊക്കവടന്റെ ഭാഗം ഏറ്റെടുക്കാണ്. ആ ഇമ്മമ്മ പഴംപൊരി. ഗൈസ് ഇമ്മമ്മ മൈദ എടുത്തിട്ട് പാത്രത്തിൽ എടുക്കണേ. എന്നാ അമ്മമ്മ ഇനി എന്താ പരിപാടി? അത് ചൂടാട്ടെ. അത് ചൂടാട്ടെ. ആ അവിടെ ഉമ്മ കൊക്കവടന്റെ ആക്കണം കേട്ടോ. ബിസ്മില്ലാ. അത്ര ചെറിയ കൊക്കവട ഉണ്ടാക്കണേ. ആ കൊക്കവട ചേർത്തല്ലേടാ പഠിച്ചോ? ഇനി എവിടെയും പോകുമ്പോ ഉള്ളിക്കടി ഇതൊക്കെ ആർക്കും ഉണ്ടാക്കാൻ ഇമ്മമ്മ എന്തോ പറയാതെ എന്തോ അതില് ശർക്കര ഒഴിച്ചിട്ടുള്ളൂ. ശർക്കര മാവിൽ ഒഴിച്ചിട്ടുള്ളൂ. ആ ശർക്കര മാവില് ഒഴിച്ചു. അതെ പറയാതെ കഴിച്ചാണ്. ശർക്കര മാത്രം ഒഴിച്ചിട്ടുള്ളത്. വേറെ എന്താ വെച്ചാൽ അല്ല അതിന് പഴയ കട്ട് ചെയ്യാ. പഴയതാകട്ടെ എന്നതല്ല കട്ട് പഴയൊക്കെ അമ്മമ്മനെ കട്ട് ചെയ്യണം ഗൈസ്. അതൊന്നും മണ്ടങ്ങൾ കട്ട് ചെയ്തോണ്ടി ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഇങ്ങനെയാണ് അപ്പൊ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇത് ഇതാട്ടമ്മ SR ആണേ. ആണ് ചില ആൾക്കാർക്ക് അറിയില്ലട്ടോ മൈദാന്ന് പറയും. അതാ ഊളെ മൈദ SR ഒന്നാണ്. ഇജല്ലേ പറഞ്ഞത് മൈദ പൊറാട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കാന്ന്. ഇവനാ കടയിൽ പോയിട്ട് ഞാൻ ഓനോട് പറഞ്ഞേ മൈദ വാങ്ങി കൊണ്ടുപോകാന്ന്. അപ്പൊ പറഞ്ഞു പൊട്ട മൈദ പൊറാട്ട ഉണ്ടാക്കാനാണ്. SR മൈദ ഒന്നാണ്. പൊട്ട നമ്മൾ പൊറാട്ട ഉണ്ടാക്കാനല്ലോ പോണതിന്ന്. പൊട്ടം പൊറാട്ട എന്താണ് ഉണ്ടാക്കല്? എടാ പൊറാട്ടി പഴംപൊരി ഒക്കെ സാധനം കൊണ്ട് ഉണ്ടാക്കല്. എനിക്ക് തോന്നി അതിന്റെ ഒട്ടല് കണ്ടപ്പോ തന്നെ. അത് ഏത് പൊട്ടനും അറിയാം. സാറും മൈദൊക്കെ ഇപ്പൊ അത്ര പൊട്ടന്മാരൊന്നും ആരും ഉണ്ടാവില്ല. ഉണ്ട് അത്ര പൊട്ടന്മാരുണ്ട്. ഇപ്പൊ അപ്പൊ ഇന്നാക്കിയാണല്ലോ ഇത് പൊളിച്ചിട്ട് കട്ട് ചെയ്യും. ഫസ്റ്റ് എങ്ങനെ പഴം കട്ട് ചെയ്യേണ്ടത് ഉമ്മ കാണിച്ചു തരും. അത് നിലത്ത് കിട്ടും. ഞാൻ അതിൽ കട്ട് ചെയ്തോണ്ട് ഒരു പഴം എടുത്തിട്ട് ഉമ്മ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. പഴം കട്ട് ചെയ്യാനൊക്കെ അറിയാം. നീളത്തില് കട്ട് ചെയ്താൽ പോലെ. വേറെ രീതിക്കാണ്. ഒരു പഴത്തുമ്പോ തന്നെ 2 നാട് കുളിച്ചാ പോരെ? അതോ അല്ല ഇമ്മമ്മല്ലേ കട്ട് ചെയ്യല്? ഇമ്മമ്മ കട്ട് ചെയ്തൂടെ? ഭയങ്കര കട്ടിയല്ലേ? 3 കട്ട് ചെയ്യണം. എന്നിട്ട് സെന്ററാണ് കട്ട് ചെയ്തിട്ട് ഭയങ്കര കട്ടിയല്ലേ? അല്ലേ 4 നാക്കിക്കള. ഒന്ന് 4 നാക്കിക്കള. ഒന്ന് 4 നാക്കിക്കള. അപ്പൊ ഉമ്മമ്മ ഇവിടെ നോക്കിക്കാണ് ഇമ്മമ്മല്ലേ ഈ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി പറഞ്ഞത്? ആ അങ്ങനെ തന്നെ. ആ അത് ഓനെ കൊണ്ട് കട്ട് നിങ്ങൾക്ക് വേണ്ട പഠിച്ച നന്നായത്. ഇതെന്താ അറിയാ? എന്തറിയോ ആദ്യം തന്നെ ഉമ്മ ഇത്ര ഇതാക്കിയാണ് കട്ട് ചെയ്തോണ്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ വെച്ചിരിക്കണ ഗൈസ് ഉമ്മമ്മ ചട്ടിയില്. ഏത് ഇത് പാമോയിലാണ്. ഏത് ഓയിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് തേങ്ങയൊന്നും ഇല്ലല്ലോ ആട്ടി വെളിച്ചെണ്ണ എടുക്കാൻ. അപ്പൊ ഓയില് പീടിന്ന് വാങ്ങുക. അതല്ലേ എണ്ണ ചൂടാകുമ്പോഴേ അതിക്ക് ഇടുക. അപ്പൊ മാവില് മുക്കിയിട്ട് ഇല്ല ഇല്ല എണ്ണ ചൂടാകണുള്ളൂ. ഇല്ല കുട്ടിയില് വെള്ളം അതില് വെള്ളം പൊട്ടി തെറിച്ച് പോവുകയാണ്. വെള്ളം ഒഴിച്ചിടുമ്പോ തിളച്ചു നോക്കാൻ വേണ്ടിട്ട് വെള്ളം അല്ല ചട്ടിയില് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഇവിടെ ചോരുണ്ടോ? അല്ല നിക്കാതെ അതില് ചട്ടിയില് വെള്ളം ഇല്ലേ ഇനി? ഇല്ല 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 ഇത് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാണ്. 1 2 3 4 അതേ പോകുള്ളൂ. അല്ല 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 5 മൈദ വേറെ ഭാഗത്തും പഴം വേറെ ഭാഗത്തുമാണല്ലോ അമ്മമ്മ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെയൊക്കെ തന്നെ ആക്കിയല്ലേ? ഇത് ഹോട്ടലിക്കല്ല. ഇത് നമുക്ക് പെരിയിൽ ഉണ്ടാക്കുക നമ്മളെ ആവശ്യത്തിന്. അപ്പൊ കുറ്റങ്ങളൊക്കെ പലതും ഉണ്ടാവും. ഞാൻ പറയുമ്പോഴേ ഇത് ഇത്രക്ക് ലൂസാകാൻ പാടില്ല എന്ന് തോന്നുന്നില്ലേ? ഹോട്ടലിക്ക് ആകുമ്പോ പൈസ കണക്കാക്കി കൊടുക്കണല്ലേ. ആ ഒന്നിന് ഇത്രയൊന്നുമില്ല. അപ്പൊ നല്ലോണം SR വേണം. ഇതിലിപ്പോ കുറച്ച് മതി. നമ്മളെ പഠിക്കാനല്ല അപ്പൊ എന്ത് മതി? ഇനിയിപ്പോ അതില് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാണ്ട് നെയ്യാണെന്നാല് നമ്മള് തിന്നതാണ്.
കച്ചവടക്കാർക്ക് പൈസ കിട്ടണം, ഇത് സ്വന്തക്കാർക്ക് സ്വന്തം ആവശ്യത്തിനല്ല. അപ്പൊ ഇതിന് ചെറുക്ക് ഇവിടെ പഴംപൊരിക്ക് പഴം അരിഞ്ഞോട് നിൽക്കാണ്. കുറെ നേരെ അരിയണം. ഓക്കെ ഉക്കാണ് ആയിക്കോട്ടെ. ഹെൽമെറ്റ് വെള്ളത്തിലിട്ടു. ഹെൽമെറ്റേ ഇന്നലെ ഹെൽമെറ്റ് വെള്ളത്തിലിട്ട് മയത്ത് കിടക്കണ്ട്. ഇന്നലെ ഹെൽമെറ്റ് കൊണ്ടുപോയി ആകെ നനച്ചാണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിക്കണ് ഹെൽമെറ്റ് ഇങ്ങനെ. എന്നിട്ട് അതിൽ ആകെ വെള്ളം നടന്നു കിടക്കുക. എന്നിട്ട് അടുപ്പത്തിൽ കൊണ്ട് വെച്ചാണ്ട് ഉണക്കിയിട്ടുള്ളൂ ഇപ്പൊ. എന്നിട്ട് പിന്നെയും അവിടെ കൊണ്ടുപോയിട്ടുണ്ട് മയത്ത്. പഴംപൊരിന്റെ ഷേപ്പിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്ത് വിചാരിച്ചല്ലേ മമ്മ ബാക്കില് നമുക്ക് കടയിൽ കൊണ്ട് വിൽക്കുവാണോ വിൽക്കണോ? അതൊന്നും വേണ്ട, നമ്മളതിനെ വിറ്റാൽ മതി, നമ്മളതിനെ തിന്ന് വിറ്റാൽ മതി. നമ്മളെന്നെ തിന്ന് തീർക്കാവുന്നതാണ്. മഴയും പെയ്യുന്നില്ലല്ലോ. മഴയത്ത് മഴയത്ത് പുറത്ത് കട്ടൻ ചായ ഒക്കെ കുടിച്ചാണ്ട് അതിന്റെ ഒപ്പം തിന്നാനാണ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ചോർന്നു. പെയ്താ തീനി വേണ്ടാന്ന്. എന്ത് കുറച്ച് ദിവസമായില്ലേ ഇത് തന്നോട്ടെ, കുഞ്ഞാനൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. കോരി ഞാൻ അതിൽ ഇടുകയാണ് അതെ കഴിച്ച് നമ്മളെ ഫസ്റ്റത്തെ പഴംപൊരി കേട്ടോ. ഫസ്റ്റത്തെ പഴംപൊരി പൊരിച്ച് കോരി കൈ പൊരിയാ നോക്കേ. ഇന്നാള് മമ്മ പഴംപൊരി കൊണ്ട് എന്തൊരു സാധനം ഉണ്ടാക്കിനി. ഇത് ഒരു പൊരി പഴംപൊരിയാണ് ആദ്യത്തില്. ഞാൻ സ്കൂളിൽ തന്ന ടൈമിലാ. അതില് താഴത്തെ കുട്ടില്ലേ ഒന്നും വന്നിനി കിട്ടി. ഞങ്ങൾ മുകളിൽ ഗ്രൗണ്ടിൽ കളിച്ചാൻ പോവാ. അതിൽ ഇങ്ങനെ നിന്നാണ്ട് കുട്ട പഴംപൊരിയാണെന്ന് വെച്ചു. ആ കൊണ്ടാറിന് എടുത്തു കൊടുത്തു. മോൻ അത് പൊളിച്ച് തിന്നൊക്കെ കഴിഞ്ഞു. ഇതിൽ പായോടെന്ന് മോൻ പായൊന്നും ഇട്ടിട്ടില്ല. പായല്ലാഞ്ഞേ എന്തേലും ഒന്ന് വരുമ്പോ കൊടുക്കണ്ടേ. പഴംപൊരി പറഞ്ഞിട്ട് പൊരി മാത്രം എടുത്ത് കൊടുത്തേണ്. ഉള്ളില് പായൊന്നുമില്ല. അന്ന് പഴംപൊരി അറിഞ്ഞാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ പഴംപൊരി പറഞ്ഞാൽ ഞാൻ തിന്നു. ചാടിച്ച അല്ലാന്നുണ്ടെങ്കിൽ ചാടിച്ചാതെ കളിച്ചാൻ പോകും. അതുകൊണ്ട് മമ്മ പറ്റിച്ച പണിയാണ്. പഴംപൊരി അറിഞ്ഞാൽ തരും. അപ്പൊ ഒന്നും ഉണ്ടാവില്ല, എന്തേലും പൊരി കഴിക്കാരോ. ഇമ്മ കൊറേ നേരമായി അവിടെ കൊക്കവട ഉണ്ടാക്കി തുടങ്ങിയിട്ട്. കൊക്കവട എന്തായി? ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉപ്പിടല്ലോ പിന്നെ കൊക്കവട ആയതുകൊണ്ട് അത് ഉണ്ടാക്കാൻ സിമ്പിൾ ആയതുകൊണ്ട് സാധനം രസമുണ്ട്. അല്ലെങ്കിൽ രസമല്ലേ? പൊക്കോട എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് കിട്ടാം. കുറ്റമ്പഴം പറ്റൂല അടിച്ചും. ടേസ്റ്റ് നോക്കിയോ? നോക്കിയില്ല, നോക്ക്. പഴംപൊരി ഒന്നും പറയാലോ. ഉമ്മമാന്റെ മൈക്ക് തന്നെ പഴംപൊരി അത്രക്കും പ്രായോ അത്രക്കും രസം. അല്ലെങ്കിൽ ഉമ്മമാക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ആ ഉമ്മമാക്ക് കൈ എവിടെ കിട്ടിയാണ്? പിച്ച എവിടെ നിന്ന് കിട്ടിയല്ലോ. ഞാൻ തന്നെത്താൻ പഠിച്ചുണ്ടാക്കി. അല്ലാണ്ട് ഇവിടുന്ന് ഞാൻ ഹോട്ടൽ പണിക്കോ എഴുതി പഠിച്ചാനൊന്നും പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കലും കൊക്കവട ഉണ്ടാക്കലും കഴിഞ്ഞിരിക്കണേ. കൊക്കവട ഉണ്ടാക്കലും കഴിഞ്ഞില്ലമ്മ. ഇത് കാട്ടല്ലേ, ഇത് പൊട്ടുമുറിയാണ്. ആകെ പൊട്ടുമുറിയാണൊക്കെ നല്ലത്. നല്ലത് മാത്രം കാട്ടി കൊടുത്താ പോരാ ആൾക്കാർക്ക്. മുറിച്ചോടുത്ത് മുറിച്ചോടുത്തോ? മുറിച്ചോടത്തില്ല വേവ് ഉണ്ടാക്കിന്റെ വേവല്ലേ മുറിച്ചോടത്തുള്ള വേവാണ്. ഡയറക്റ്റ് മഴവെള്ളം കുടിച്ചാൽ ഏറ്റവും നല്ലത്. അതറിയോ? മഴവെള്ളം നിന്നു മെക്കമാൻ കിട്ടുന്ന വെള്ളം നല്ല. ആരാ പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞത്. ഇഷ്ടം പോലെ കുടിച്ചു ഞങ്ങള്. മഴവെള്ളോ? ആ എന്തിനാ അറിയാ, പിലാമലും ഒക്കെ ഇത് കെട്ടും, തുണി കെട്ടും. എന്നിട്ട് തുണി 4 കാല് ഒഴിച്ചിട്ട് എന്നിട്ട് മഴവെള്ളം ചോട്ടില് കലം വെക്കും. എന്നിട്ട് ചെറിയൊരു കല്ലെന്തേലും വെക്കുക തുണീന്റെ ഉള്ളില്. എന്നിട്ട് വെള്ളം ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ നല്ലോണം കിട്ടും. കുളിച്ചാനോ അല്ല കുടിച്ചാനോ ഇവിടെ കുടിച്ചൊക്കെ ചെറുക്കും. പണ്ട് അങ്ങനെ ഒരു പരിപാടി ആ മരത്തുമൊന്നും എടുത്തേക്കണ്. അതായത് വലിയൊരു ഇപ്പോഴും വെള്ളം കിട്ടാത്ത സ്ഥലത്ത് നിന്നൊക്കെ എടുക്കണുണ്ട്. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ കാട്ടിയിട്ടുണ്ട്. മഴവെള്ളം ശേഖരിച്ചാൻ വേണ്ടിട്ട് നമുക്കിപ്പോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തേക്കാം. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. കുറെ ഉണ്ട്. ഇതല്ലേ ഉമ്മ ഉണ്ടാക്കിയത്? ഉമ്മ ഉണ്ടാക്കിയ പഴംപൊരിയല്ലേ? ഞാനങ്ങോട്ട് എടുത്തല്ലേ. കുറച്ചു നേരമായിട്ട് മഴ ഇല്ല കേട്ടോ. എന്താ പറ്റിയാവല്ലേ? നമ്മള് പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ മഴ ഇല്ല. മഴയത്തിരുന്ന് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പൊ മഴയില്ല. അങ്ങനെ നമ്മൾ പഴംപൊരിയും ഇതുണ്ടാക്കി തിന്നാണ്. മഴനെ പ്രതീക്ഷിച്ചു, പക്ഷെ മഴയല്ല. എന്തിയാവോ കാണാനല്ല. നമ്മ ഉണ്ടാക്കി പഴംപൊരി എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കിട്ടോ. നിങ്ങൾ പറയും, നിങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾക്ക് രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞിട്ട് രസമല്ലല്ലോ. അപ്പൊ രസമല്ലേ? രസമുണ്ട്. കൊതുക് സീനാട്ടോ. കാരണം ഒന്നാമത് ഇവിടെ ഒക്കെ റബ്ബർ ആയിക്കൊണ്ടേ അല്ലേ മമ്മ? കൊതുക് എന്താ അവസ്ഥ? കൊതുകണ്ട, പെരും കൊതുക്. പെരും കൊതുക് 4 പേർക്കും കാടല്ലേ. അങ്ങനെ ഞങ്ങൾ പഴംപൊരിയൊക്കെ തിന്ന്
ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കാ. മാനത്തേക്ക് നോക്കി ഇരിക്കാണ്. മഴക്കാറുണ്ട്, പക്ഷെ മഴ ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ മഴ ആണല്ലോ. ഇല്ല, മഴ ഉണ്ടാവും വിചാരിച്ചിട്ട് മഴ ചതിച്ചു. തെളിയുന്നുണ്ട്. തെളിയുണ്ടെന്നോ? മാന കാർമേഘം വരിക. കാര്യമാണ് മഴക്കാറ്. എന്താ അവിടെ? എന്താ എന്താ അത് മാറ്റി നടാനാ? ഇനി നടുമ്പോഴെങ്കില് അവിടുന്ന് ഒന്ന് മാറ്റി നടി. ഇത് കണ്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും മണ്ണില്ലാത്തോണ്ടാണ്. ഇത് കണ്ടോ, ഇതിന് വേരൊക്കെ പുറത്താണ്. തള്ളല്ല ഒറ്റ പോക്കാക്കി അപ്പുറത്ത്. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് കഴിഞ്ഞ മഴക്കാലത്തിന് പൊളിഞ്ഞാടിയത്, ഇത് ഇപ്രാവശ്യത്തെ മഴക്കാലത്തിന് പൊളിഞ്ഞാടിയത്. ഇത് പൊളിഞ്ഞാടിക്കൊണ്ട് നിക്കണത്. ഇതിപ്പോ പൊളിഞ്ഞാടി വന്ന് നിക്കണുണ്ട്. ഇതൊക്കെ നിക്കണ ഈ പാറപ്പുറത്ത് നട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ മെയിൻ തല ഇതാ ഇവിടുന്ന് ഇവിടുന്നാണ്ട് വരും. എന്നിട്ട് ഇത് ഇതാക്കണ അപ്പുറത്തേക്കും പോകും. എന്തോ പറയുന്നുണ്ട്, എന്തോ പറയാൻ വേണ്ടി വന്നിട്ട് പോട്ടെ. എന്ത് പറയാനാ, പാറലൊട്ടിനെ പാറന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ വായക്കൊല വലുതായിട്ട് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് പഴംപൊരി ഉണ്ടാക്കണല്ല, ആന്റി ഇത് മൈസൂർ കായടാ. മൈസൂർ പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാം. എന്താ മൈസൂർ പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കൂല? എന്താണ് ചാരപ്പൂവന് ഇതോ നീണ്ടപ്പായം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ അങ്ങനെ പറ്റുള്ളൂ. അത് ഉണ്ടാക്കി എന്താ പ്രശ്നം? ഉണ്ടാക്കിയ നോക്കിയില്ല, ഞാൻ എന്താന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് മൈസൂർ പഴം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ കറുത്തമരം എങ്ങോട്ട് ഈ നീണ്ടു പോയിക്കണേ? ഇപ്പൊ ആ കായൂണി കഴിഞ്ഞിട്ട് മുച്ച വേണം. അപ്പത്തിന് മുറിയൊന്നു അതിന് മൂടില്ല. വളരാണ് കഴിയൂല മുറിച്ചാന്. ഇപ്പത്തെ ജനറേഷൻ വന്നോണ്ടുണ്ടോ, വന്നോണ്ട് കുറച്ച് സാധനങ്ങൾ രക്ഷപ്പെട്ടു. എന്ത്? ഒന്ന് പറമ്പിലെ തുമ്പി. സത്യം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ മരത്തിന്റെ ചുള്ളി ഒടിച്ചിട്ട് തുമ്പിയാളെ പിടിച്ച് അടിച്ച തുമ്പിനെ അടിച്ചിട്ട് തുമ്പിന്റെ തലയും ഇതൊക്കെ രണ്ടാവുന്നിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് തോട്ടിലെ മീന്. തോട്ടിൽ മീൻ പിടിച്ചാൻ പോണ് ഉണ്ട്. ഇപ്പൊ കുറച്ചാൾക്കാരെ പോണുള്ളൂ. ഇപ്പൊ പണ്ട് എങ്ങനെയാണ്? പണ്ട് മഴ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് തോട്ടിലാക്കിയത് എല്ലാരും. ഇപ്പൊ എത്ര കുറഞ്ഞു? എന്താണ് ആര് അല്ലെ മണ്ടൊക്കെ കൊടുത്തുമ്പോ 4,000 റുപ്യന്റെ തത്തയാണത്. പൂച്ചാക്കൾ നിന്നാ മുദ്ദ പൂച്ചയുടെ വാലിയൊക്കെ ഉണ്ട്. പിരാന്തം. 4,000 റുപ്യ അപ്പൊ പൂച്ചാക്ക് തിന്നാൻ കൊടുക്കാം. മഴ കഴിഞ്ഞപ്പോ മഴ ഒക്കെ കഴിഞ്ഞപ്പോ ആക്കണ മഴ ചെയ്യണാക്കണേ. അപ്പോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അതായത് ചെറിയൊരു പഴംപൊരിയും കൊക്കവാടി ഉണ്ടാക്കുന്ന ചെറിയൊരു വ്ളോഗാണ്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ ആകെ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഈ കമ്പിയാണ്. അതെ, ഇതിന്റെയാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിനെ. പക്ഷെ മഴ ചെയ്താണ്ട് ആകെ ചടപ്പിച്ചു. മഴ ചെയ്താണ്ടല്ല, അലിയാക്കാക്ക് ലീവാണ്. അലിയാക്കാക്ക് ലീവില്ല. അല്ല പിന്നെ മഴ ഉണ്ടല്ലേ. ഇപ്പഴല്ലേ ചെറിയ തോർച്ചെത്തി വരും മഴയില്ലേ. അതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടണം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. അസ്സലാമു അലൈക്കും. അപ്പൊ ഗൈസ് ബൈ. നമുക്ക് നാളെ ഒരു നല്ല വീഡിയോ ഇടാൻ നോക്കല്ലേ? അതെ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ 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 ബൈ. സലാം പറയണ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.